ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെയിലി വ്ളോഗാണ്, അല്ല ഡേ ഇൻ മൈ ലൈഫാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വന്ന്. ആൻഡ് ഇന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളതെന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് മറ്റേ റിട്ടേൺ പോയിരിക്ക് വരുന്നു, പിന്നെ പോയിട്ടില്ല, വേറെ എവിടെ പോകാനൊന്നുമില്ല. ആൻഡ് ഹോസ്പിറ്റലിലേക്ക് എന്തിനു പോകുന്നില്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെല്ലിട്ടുണ്ടായി വ്ളോഗ്. ഇപ്പോൾ കുറേ ആയാലും ഇടാത്ത. ഫസ്റ്റ് ഓഫ് ഓൾ ആ കുച്ച നാട്ടിൽ ഇല്ല, ഇനി അങ്ങനെ വ്ളോഗൊന്നും കുറേ ഇടാനില്ല. പിന്നെ ഉമ്മാക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെയെല്ലാം ഉണ്ടായി, കുറേ ഡേയ്സ് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അതല്ല, അപ്പോൾ ആ ഓപ്പറേഷൻ എന്തെന്നല്ലെങ്കിൽ ഉമ്മാക്ക് പീരിയഡ്സ് പ്രോപ്പറാന്ന് ഉണ്ടായിട്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ടാകുമ്പോൾക്ക് ഡോക്ടർ സ്കാനിങ്ങിന് പ്രിഫർ ആക്കിയിട്ട് അങ്ങനെ സ്കാനിങ് എടുത്തിട്ടെല്ലാം നോക്കിയിട്ടാകുമ്പോൾക്ക് ഡോക്ടറിൽ യൂട്രസിൽ എന്തോ ആയി, ഇൻഫെക്ഷൻ ആയി, ഫൈബ്രസ് ആകുമ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സാധനം, അതെന്തോ നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ യൂട്രസിൽ അതായതുകൊണ്ട് ഇൻഫെക്ഷൻ എല്ലാം ആയിട്ട് യൂട്രസിൽ റിമൂവ് ആക്കണമെന്നല്ലേ, റിമൂവ് ആക്കണമെന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ അങ്ങനെ പെയിൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ യൂട്രസ് റിമൂവ് ആക്കണം അങ്ങനത്തെ ഒരു ഇതിൽ ഞങ്ങൾ ഉണ്ടായി. പിന്നെ വിചാരിച്ച എന്തായാലും യൂട്രസ് റിമൂവ് ആക്കുക, വെക്കുന്ന വേണ്ടാണ്. ഡോക്ടറിൽ പെയിൻ ഇപ്പോൾ വലിയ പെയിനൊന്നുമില്ലല്ലോ. അപ്പോൾ പെയിനില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചെങ്കിൽ കുറച്ച് ബാക്ക് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ലോണം ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പെയിൻ അങ്ങനെ വലിയ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ ആക്കുന്നത് നല്ലൊരു സേഫ് പീരിയഡ് ഓഫ് ടൈം അങ്ങനെയെല്ലാം ഇട്ട് ഞങ്ങൾ ഓക്കെ ആക്കി. അപ്പോൾ ഡോക്ടർ ഡേറ്റ് തന്നിട്ടുണ്ടായി ഞങ്ങൾക്ക്. ഓപ്പറേഷൻ ആക്കുന്നുണ്ടെങ്കിൽ ഫ്രൈഡേ വന്നിട്ട് അഡ്മിറ്റായിട്ട് സാറ്റർഡേ ഓപ്പറേഷൻ ആക്കാം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റായി. ഫ്രൈഡേ സാറ്റർഡേ ഓപ്പറേഷൻ ആക്കുമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് നോക്കുമ്പോൾ ഉമ്മക്ക് ഷുഗറുണ്ട്, ഷുഗർ ലെവൽ ഹൈ ആണ്. അപ്പോൾ ഷുഗർ നോർമലാവാത്ത ഓപ്പറേഷൻ ആക്കാനാണ്. പിന്നെ ഉമ്മക്ക് ഇതിൻ്റെ ഷുഗറിൻ്റെ അതിൻ്റെ ഇഞ്ചക്ഷനും മെഡിസിനെല്ലാം സ്റ്റാർട്ടാക്കിയിട്ട് മൺഡേ ആകുമ്പോഴേക്കും ഉമ്മാൻ്റെ ഇത് ഷുഗർ നോർമലായിട്ട് മൺഡേ ഓപ്പറേഷൻ ആക്കി. ആൻഡ് ഓപ്പറേഷൻ എല്ലാം തിരില്ല, നേരെ നല്ല സേഫായിട്ടല്ല നേരെ യൂട്രസ് എല്ലാം റിമൂവ് ആക്കി. യൂട്രസ് റിമൂവ് ആക്കിയിട്ട് നോക്കുമ്പോൾക്ക് അത് ബെൽത് നിലയെങ്കിൽ 4 month പ്രഗ്നൻറ്റ് ലേഡീസിൽ 4 monthൻ്റെ ടൈം എത്രയ്ക്ക് ഇരിക്കുന്നു, യൂട്രസ് എത്ര ബെൽതാണ് അത്രയ്ക്ക് ഉണ്ടായി. 4 monthൻ്റെ അത്ര ഒരു സൈസായി യൂട്രസ് റിമൂവ് ആക്കിയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ബെൽതായി. അത് പെയിനില്ലാന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങൾ റിമൂവ് ആക്കാത്ത അങ്ങനെ വെച്ച് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ബുദ്ധിമുട്ടായിട്ടാണ് എടുത്തത്. ലക്ക് നല്ലതായി അത് എടുത്തത്. പിന്നെ അത് ഞങ്ങൾക്ക് അറിയാനിപ്പോൾ കാരണം എന്താ പറയുക, പീരിയഡ്സ് ടൈം പ്രോപ്പറായിട്ട് ബ്ലീഡാകുന്നില്ല, ഉമ്മക്ക് ബ്ലീഡാകുന്നില്ല എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ പോയത്. അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിന് പ്രിഫർ ആക്കിയിട്ടാകുമ്പോഴാണ് യൂട്രസിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞത്. ആ സ്കാൻ ആക്കിയിട്ടില്ല എങ്ങനെയെങ്കിൽ ഇപ്പോൾ അത് അറിയാനേ ഉണ്ടാവില്ല ഞങ്ങൾക്ക്. പിന്നെ ഉമ്മക്ക് ഗ്യാസ്ട്രിക്കിൻ്റെ എല്ലാം പ്രോബ്ലം ഉണ്ടെക്കൊണ്ട് ചെറിയ സ്റ്റൊമക്ക് പെയിന്, പിന്നെ പീരിയഡ്സ് ടൈം എന്തായെങ്കിൽ പീരിയഡ്സ് ക്രാമ്പ് ഇപ്പോൾ എല്ലാ ഗേൾസിനും ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ പീരിയഡ്സ് ടൈം അങ്ങനെ ആകുമ്പോൾ ഞാൻ അത്ര പേര് ശ്രദ്ധിച്ചിട്ടാണ് ആ ഒരു പെയിന് പീരിയഡ്സ് ക്രാമ്പ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അത് വിട്ടത്. ബട്ട് പീരിയഡ്സ് ക്രാമ്പ് അല്ല, അത് നമുക്ക് പീരിയഡ്സ് ആകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ അത് പീരിയഡ്സ് ക്രാമ്പ് എന്നിട്ട് നമ്മൾ വിചാരിച്ചിട്ട് അതിന് അത്ര മൈൻഡ് ആക്കാത്തത് ഞാൻ വിട്ടത്. അങ്ങനെ അപ്പോൾ ഓപ്പറേഷനാക്കി അതെടുത്ത് അങ്ങനെ എല്ലാം. ആൻഡ് എല്ലാവരോടും ഇത് പീരിയഡ്സ് ടൈമല്ല, ഇപ്പോൾ പീരിയഡ്സ് ഡിലേ ആകുന്നത് അല്ലെങ്കിൽ ഓവർഫ്ലോ ആകുന്നത്, പിന്നെ പീരിയഡ്സ് പ്രോപ്പർ ആകുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ആരും അത് വെച്ചിട്ടിരിക്കണ്ട. അതും മെയിൻ ഈ ഒരു ജനറേഷനിൽ ഇപ്പോൾ യൂട്രസ് റിമൂവ് ആക്കുന്നതെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിക്കാണുമ്പോൾ ഈവൻ ചെറിയ ഏജിൻ്റെ ആൾക്കാർക്ക് പോലും യൂട്രസ് റിമൂവ് ആക്കുന്നത് അങ്ങനത്തതല്ല. ഇപ്പോൾ എൻ്റെ ഉമ്മക്ക് റിമൂവ് ആക്കിയല്ലോ. ഇപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ ഞങ്ങൾ 5 മക്കളുണ്ട് ഉമ്മക്ക്, അപ്പോൾ പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ഈവൻ ചെറിയ ഗേൾസിൻ്റെ അതല്ല യൂട്രസ് റിമൂവ് ആക്കുന്നതല്ലെങ്കിൽ അത് കുറച്ച് വലിയ കാര്യമാണ്. ബിക്കോസ് അത് പിന്നെ ഫ്യൂച്ചറിൽ ഒരു ബേബി ഇരിക്കാല്ല, അങ്ങനത്തെ ക്യാരി ആക്കാനുള്ള ഇതൊന്നുമില്ല. ആൻഡ് യൂട്രസ് ഇത് ഒരു പെണ്ണുങ്ങ മീൻസ് ഒരു ഹ്യൂമൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതാണ് യൂട്രസ്. അപ്പോൾ അത് നമ്മളെ ബോഡിയിൽ നിന്ന് റിമൂവ് ആയിട്ട് പോകുമ്പോൾ നമുക്കുള്ള ബലം എല്ലാം പോകുന്നു, സ്ട്രെങ്ത് എല്ലാം പോകും. അപ്പോൾ പീരിയഡ്സിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഡിലേ, ഓവർ ബ്ലീഡ്
ക്രാമ്പ് എന്തുണ്ടെങ്കിലും കുറേ നമ്മൾ ഇങ്ങനെ സഹിച്ചിട്ട് നിൽക്കാതെ ഡോക്ടർക്ക് കൺസൾട്ട് ആക്കുന്നത് നല്ലത്. ആൻഡ് മോസ്റ്റ് ഓഫ് ആൾക്കാർ എന്തറിഞ്ഞാ ഡോക്ടർ അങ്ങനെ ചെന്നാൽ അത് മൈൻഡ് ആക്കുന്നില്ല. ഡോക്ടർ ചെല്ലിയ ഡേറ്റൊക്കെ പോയിട്ട് സ്കാനിങ്ങിന് പോകുന്നില്ല, അങ്ങനെയെല്ലാം ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതെന്തായാലും ഈ ഒരു ജനറേഷൻ അങ്ങനെ ഞമ്മ മൈൻഡ് ആക്കാത്ത അതിനെ ഇത് വിടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതിനെല്ലാം നേരെ കെയർ ആക്കിയിട്ട് അങ്ങനത്തെ കാര്യമെല്ലാം നേരെ നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ആൻഡ് പിന്നെ എന്താ വെച്ചാൽ വിചാരിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ ഉമ്മാൻ്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഡിസ്ചാർജ് ആയിട്ടല്ല ഇപ്പോൾ പരിക്കെത്തി. ആൻഡ് ഉമ്മാൻ്റെ റിപ്പോർട്ട് മേങ്ങാൻ പോകാനുണ്ട്. അപ്പോൾ ആ ഡേറ്റ് ഇന്ന് പോയിട്ട് ഉമ്മാൻ്റെ റിപ്പോർട്ട് മേങ്ങണം. പിന്നെ നേരെ പരിക്ക് റിട്ടേൺ വരാം. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ബാക്കിൽ ഫുള്ള് പച്ച കാണാം. ഇവിടെ എൻ്റെ പേരെൻ്റെ കുറച്ച് സൈഡിലെല്ലാം കുറേ മരമുണ്ട്, അതാണ് കാണും. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് മോർണിംഗ് തിന്നത് ബ്രെഡ് ഓംലേറ്റ് ആൻഡ് മിൽക്ക്. വിചാരിക്കുന്നുണ്ടോ ഞാനെന്ത് പാല് കുടിക്കുന്നത് എന്ന്. ആൻഡ് പാലെന്ത് ഞാൻ കുടിക്കുന്നതെന്നല്ലെങ്കിൽ എനിക്ക് കുറച്ച് ടീത്തിൻ്റെ പ്രോബ്ലം ഉണ്ട്, കാൽഷ്യം കുറവ് അങ്ങനത്തതെല്ലാം. അപ്പോൾ ടീത്തിൻ്റെ ഗംസിന് പിന്നെ ടീത്ത് സ്ട്രോങ് ആക്കിയിട്ട് വെക്കുന്നതെല്ലാം മിൽക്ക് നല്ലത്, അപ്പോൾ പാല് നല്ലത്. സോ അപ്പോൾ ഞാൻ പാലിപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് പാൽ കുടിക്കുന്നുണ്ട്. ചായ അങ്ങനത്തതെല്ലാം കുറച്ച് അവോയ്ഡ് ആക്കിയിട്ട് പാലാണ് ഇപ്പോൾ ഞാൻ മോസ്റ്റ് കുടിക്കൽ. അപ്പോൾ പാല് കുടിച്ചെങ്കിൽ ടീത്തിൻ്റെ ഗംസ് അങ്ങനത്തതെല്ലാം കുറച്ചും സ്ട്രോങ് ആവും. അങ്ങനെയല്ല എൻ്റെ ടീത്തെല്ലാം ഭയങ്കര വീക്ക്. ചിലങ്കിൽ ഗംസ് ലൂസായിട്ട് ഞാൻ മുമ്പത്തെ വ്ളോഗിലെല്ലാം ചെല്ലിട്ടുണ്ടാവും. എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് തന്നെയാണ് എക്സ്പ്ലോറർ സ്കൂള്. അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് ഡേയ്സായി ഫുൾ മാർച്ച് ഫാസ്റ്റ് അടുത്ത ചിൽഡ്രൻസിൻ്റെ നല്ല കുറേ സൗണ്ട് വെച്ചു സൗണ്ടെല്ലാം കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ പുള്ളുടെ സൗണ്ടും പിന്നീട് റോട്ടിൽ പോകുന്ന ഇത് സൗണ്ട് ഫുള്ളായതുകൊണ്ട് ബോറാവുന്നില്ല. ടൈം എങ്ങനെയെങ്കിലും ടൈം പാസ്സായി പോകും, ഇങ്ങനെ ബോറടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. ആൻഡ് ഇപ്പോൾ എന്താ അവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളിലും സ്പോർട്സ് ഡേ അങ്ങനത്തതല്ലേ ഇവിടെയും ഉണ്ടായത്. അപ്പോൾ മാർച്ച് ഫാസ്റ്റ് ആണ് അങ്ങനത്തതെല്ലാം നോക്കിയിട്ട് ഇരിക്കുന്നു മോർണിംഗ് ടൈം. ചില ഡേയ്സെല്ലാം ഉച്ചക്കും ഉണ്ടാകും. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്കൂൾ കാണും. ഇപ്പം ഞാൻ കാണിച്ചേ ഈ കാണുന്നതില്ലേ, ഇവിടെ ഒരു വാന്, ഇവിടെ ഒരു ബിൽഡിങ്, അതാണ് സ്കൂള്. ആൻഡ് ഇപ്പോഴത്തതാണ് ഞങ്ങൾ പേര്. അപ്പം അത്ര അടുത്തപ്പോൾ ഇവിടെ കാണുന്നുണ്ട് പിള്ളേരെല്ലാം PT പീരിയഡ്സിനെല്ലാം പുറത്ത് കളിക്കുമ്പോൾ അങ്ങനെയെല്ലാം അടുത്ത സ്റ്റുഡൻസിനെല്ലാം കാണും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടുണ്ട്. ആൻഡ് ബാപ്പക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഷുഗർ ടെസ്റ്റിന് ബാപ്പ ഇവിടെ ഞങ്ങളെ പേരിൻ്റെ അടുത്ത് തന്നെ ഒരു ലാബുണ്ട്, ഒരു 2-3 മിനിറ്റ്സ് ആടുക്കെത്താൻ. അപ്പോൾ ആടെ ലാബിൽ ഷുഗർ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്പോർട്ട് മേങ്ങിയിട്ട് പോയിട്ട് ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ റിപ്പോർട്ട് മേങ്ങാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നേ ഉള്ളത്. ആൻഡ് ഉമ്മാൻ്റെ ഓപ്പറേഷൻ ആക്കിയത് ദേഹത്തിലെക്കെട്ടെ കണച്ചൂർ ഹോസ്പിറ്റലിലാണ് ഈ ഓപ്പറേഷനെല്ലാം ആക്കിയത്. അപ്പോൾ അവിടെ നിന്നാണ് റിപ്പോർട്ടെല്ലാം കളക്ട് ആക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. ബാബ പോയിട്ട് കാർ പാർക്കാക്കിയിട്ട് വന്ന് പിന്നെ ഉമ്മാൻ്റെ ഫയൽ കളക്ട് ആക്കണം ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിൻ്റെ മുമ്പ്. അപ്പോൾ ആ ഫയൽ കളക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ആക്കുന്നുള്ളത്. ആ വെയിറ്റ് ആക്കുന്ന ടൈമിൽ ഞാനൊരു ലൈം സോഡയും ഒരു സമൂസ എടുത്തിട്ട് തിന്നു. ഉച്ചയായ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഒരു ബീഫ് ബിരിയാണി ബർഗറെല്ലാം എടുത്ത് ബീഫ് ബിരിയാണി തിന്ന്, ഞാൻ ബർഗർ തിന്ന്. അങ്ങനെ ബയോട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് റിട്ടേൺ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ റിപ്പോർട്ടെല്ലാം നോർമലുണ്ട് എന്നിട്ട് റിപ്പോർട്ടെല്ലാം തന്ന് അതിൻ്റെ ഫോട്ടോസ് അങ്ങനെല്ലാം എടുക്കാനിട്ട് അതെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ റിട്ടേൺ പൊരിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പെട്രോൾ പമ്പിലും ജസ്റ്റ് കയറിയിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൊരിക്കെത്തി. ഒരു ഈവനിങ് ആകുമ്പോൾ പൊരിക്കെത്തി. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഫീഡിങ് ബോട്ടിലെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പാലല്ല, ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തെളി സ്റ്റാർച്ച് വാട്ടർ അങ്ങനെ ഒന്നല്ലേ അത്. ഇതാർക്കറിയോ? എനിക്ക് കുടിക്കാനല്ല, ഇതൊരാൾക്ക് കൊടുക്കാൻ. കാണിക്ക്, ഇപ്പുറത്തല്ല കൊണ്ട അല്ല ഇതിനെങ്ങനെ ഇപ്പം ഞാൻ കാണിക്കണം. എന്നാ കുടിച്ചോ പായ് തുറക്കണേ, കുടിക്കണ്ട്. ജസ്റ്റിനെ കാണിക്കണ്ടാവില്ലേ? അത് കുടിക്കില്ല, ഇത് പായ് തുറക്കുന്നില്ല.
അത് ആട് ഭയങ്കര ഇതിലുണ്ട്. ചില ഞങ്ങൾക്ക് വേണ്ട, അയക്ക് അതിൻ്റെ ഉമ്മൻ്റെ പാൽ തന്നെ വേണമെന്നിട്ട് വേങ്ങുന്നില്ല. താത്താക്കില്ലേക്ക് ഇതാണ് നിങ്ങൾ എടുത്ത അമ്മാട് കുഞ്ഞിട്ടത്. ഇത് കുടിക്കുന്നില്ല അല്ലേ? അപ്പോൾ ആട് കുടിക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്നത്. പൊരുക്കത്തിട്ടായിട്ട് ഞാൻ കുറച്ച് സ്നാക്സും പാലും കുടിച്ച്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ടീ കോഫിയെല്ലാം കുറച്ച് അവോയ്ഡ് ആക്കുക. ആൻഡ് ഇപ്പോൾ എന്തെന്നല്ലെങ്കിൽ നൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് ബിരിയാണി ആക്കിയിട്ടുണ്ട്. അതിനപ്പോൾ അത് കഴിച്ച്. ബിരിയാണി മീൻസ് ഭയങ്കര ഇതായ ബിരിയാണി ഒന്നല്ല. അപ്പോൾ ഉമ്മാക്കൊന്നും കഴിയുന്നില്ല അല്ലേ? അപ്പോൾ ഫുഡ് കുക്കിങ്ങിൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് തട്ടിക്കൂട്ടൽ ബിരിയാണി എല്ലാം ആക്കിയിട്ട് അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ച് പിന്നെ എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ടല്ലേ, ഈ ബുക്കിൽ ഞാൻ എന്തായിട്ടുണ്ടാവും നോട്ടാക്കിയിട്ട് വെക്കുന്നു. നിങ്ങൾ ഗെസ്സാക്കിയിട്ട് എല്ലാവരും കമൻറ്റിലിടുക എന്തായിട്ടുണ്ടാവും. ഞാൻ ഈ ബുക്കിൽ നോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ഞാൻ ചെല്ലാം ഈ ബുക്കിൽ എന്ത് ഞാൻ നോട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വ്ളോഗിലല്ല, എപ്പോഴെന്നറിയില്ല, എന്തെങ്കിലും സൂൺ ഞാൻ ചെല്ലും ഈ ബുക്കിൽ ഞാൻ എന്ത് നോട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടായി, അങ്ങനെ നൈറ്റായി. ഇനിയിപ്പോൾ കുറച്ചും കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ എല്ലാവരും കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്ര തന്നെ. അടുത്തൊരു പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.